വളരെ ഗുരുതരമായ ഒരു കളവും വിൽപ്പനയുമാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ദേവസ്വം ബോർഡ് പുണ്യപരിപാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് കോടതിയുടെ വിമർശനം. മാത്രമല്ല, ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കോടതി വിധിയിലുണ്ട്. ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പു മാത്രമുള്ള ദ്വാരപാലക ശില്പമായിരുന്നു. തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചതാണ്. അടുത്ത വാചകം കേട്ടോളണം. ഒറിജിനൽ സ്വർണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ശില്പം, ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് എടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി. പകരം ഇവിടെ ഉണ്ടാക്കിയ ഒരു മോൾഡ് ചെമ്പ് മാത്രമാണ് ചെന്നൈയിൽ കൊണ്ടുപോയത് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് CPM-നോട്, സർക്കാരിനോട് പറയാനുള്ളത്, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ്? അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അപ്പോൾ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത്? എത്ര കള്ളന്മാരാണ് ഇരിക്കുന്നത്? മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. ഷിജോ കുര്യൻ വിവരണം വായിച്ചിരുന്നു. ഷിജോ, എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അജിംസ, ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. സഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിപക്ഷം തീർക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പം അത് മറ്റൊരു സംസ്ഥാനത്ത്, ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് CPM കൊണ്ട് വിറ്റത്, അത് എത്ര കോടിക്കാണ് വിറ്റത്, അത് CPM പറയാൻ ബാധ്യസ്ഥരാണ്, അത് പറയണം എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കാരണം ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളിലും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ദേവസ്വം മന്ത്രി ഒന്നും അറിയാതെ ഇക്കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഇക്കാര്യത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് വലിയ തരത്തിലുള്ള വീഴ്ചയാണ്. ഇത് അയ്യപ്പ ഭക്തരോടും വിശ്വാസികളോടും കേരളത്തിലെ ജനങ്ങളോടും കാണിക്കുന്ന കൊടിയ വഞ്ചനയാണ് സർക്കാർ കാണിക്കുന്നത് എന്നുള്ള ആക്ഷേപം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയം വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴും ദ്വാരപാലക ശില്പം ഏതോ ഒരു സംസ്ഥാനത്തെ ഏതോ ഒരു കോടീശ്വരന്റെ വീട്ടിലേക്കാണ് കൊണ്ടുകൊടുത്തത്. അത് എവിടെയാണ് എന്ന് പറയാൻ CPM ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷം പറയുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് പ്രതിപക്ഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. ഹൈക്കോടതിക്ക് സംസ്ഥാന സർക്കാരിൽ വിശ്വാസമില്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇതൊരു SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞത്. ഹൈക്കോടതിയാണ് ടീം രൂപീകരിക്കാനുള്ള നിർദ്ദേശവും കൊടുത്തത്. അപ്പോൾ സംസ്ഥാന സർക്കാരിലും സംസ്ഥാന പോലീസിലും ഹൈക്കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി അന്വേഷണത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷം പറയുന്നുണ്ട്. അതായത് ഈ വിഷയം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളും CBI അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി ഈ രീതിയിൽ ഇടപെട്ടതോടുകൂടി അതിനകത്ത് തങ്ങൾ തൃപ്തരാണ്. പക്ഷേ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം, ആ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് പ്രതിപക്ഷം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിൽ തൃപ്തിയുണ്ട്. അതേസമയം CBI അന്വേഷണം നല്ലതാണ്. പക്ഷേ അതിനകത്ത് തങ്ങളിപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്തായാലും ഇതിനകത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. സംസ്ഥാന സർക്കാരിലും പോലീസിലും ഹൈക്കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു SIT രൂപീകരിക്കാനും ആ SITയിൽ ആരൊക്കെ വേണം എന്നുള്ള കാര്യം ഹൈക്കോടതി പോലും നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷം പറയുന്നുണ്ട്. എന്തായാലും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് സംസ്ഥാന സർക്കാർ CPM മറ്റൊരു സംസ്ഥാനത്തെ ഒരു കോടീശ്വരൻ കൊണ്ട് വിറ്റത്. അത് എവിടെയാണ്, ആർക്കാണ് വിറ്റത് എന്ന് CPM പറയണം എന്നുള്ള ഒരു ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തീർക്കുമെന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്.